എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആഴ്ചയായിരുന്നു അമേരിക്കൻ മാർക്കറ്റുകൾക്കും അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റുകൾക്കും യൂറോപ്യൻ മാർക്കറ്റുകൾക്കെല്ലാം തന്നെ. ഒപ്പം കമോഡിറ്റി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കടന്നു പോയിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500 ഇൻഡെക്സ്, നാസ്ഡാക്ക് 100 ഇൻഡെക്സ്, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തൊരാഴ്ചയായിരുന്നു. ഒപ്പം ജാപ്പനീസ് മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് നിക്കായ് 225 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തൊരാഴ്ചയായിരുന്നു. 41,133 ജാപ്പനീസ് നിക്കായ് 225 ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സ്പോട്ട് ഗോൾഡ് $2222.17 പെർ ഔൺസ് വരെ ഒരവസരത്തിൽ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $2224.39 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. പക്ഷേ വീക്ക്ലി ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. വീക്ക് ടു വീക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കോപ്പർ കഴിഞ്ഞ ആഴ്ചയിൽ 1 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം സ്ലൈറ്റ്ലി പോസിറ്റീവ് ടെറിട്ടറിയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മേജറായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ന്യൂസുകൾ, ഒന്ന് US ഫെഡിൻ്റെ ഡിസിഷൻസ്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷൻസ് ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിലും ജാപ്പനീസ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. US ഫെഡിൻ്റെ ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രൊജക്ഷനാണ് US ഫെഡ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിനുശേഷം ഡൗ ജോൺസ് ഇൻഡെക്സ് അതുപോലെ തന്നെ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ജാപ്പനീസ് നിക്കൈ അതുപോലെ തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഡിസിഷനാണ് 2016 മുതൽ അവർ തുടർന്ന് വന്നിരുന്ന മൈനസ് ഇൻട്രസ്റ്റ് റേറ്റും ഈ വർഷം മാറ്റിയിരിക്കുകയാണ്. -0.1 നിന്ന് 0% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഈ വർഷം ഒരുപക്ഷെ 0.1 വരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്നേക്കാം എന്ന തരത്തിലുള്ള ഒരു പ്രൊജക്ഷനും ബാങ്ക് ഓഫ് ജപ്പാൻ കൊടുത്തിട്ടുണ്ട്. 2006 മുതലാണ് ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരുന്നത്. അല്ലെങ്കിൽ 2006 ശേഷം ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടത്തിയിട്ടില്ല. മറിച്ച് 2016 -0.1 കൊണ്ടുവരാനുണ്ടായിട്ടുള്ളത്. ഇപ്പം ജപ്പാനിലത്തെ സിറ്റുവേഷൻസൊക്കെ നോക്കുകയാണ് ണെങ്കിൽ ജപ്പാൻ ഡിഫ്ലേഷണറി പ്രഷറിലായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. പക്ഷേ ജപ്പാനിലത്തെ ഇൻഡസ്ട്രിയൽ രംഗത്തും എക്കണോമി റിലേറ്റഡ് ന്യൂസുകളൊക്കെ കാണിക്കുന്നത് ജപ്പാൻ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഒപ്പം ഇൻഫ്ലേഷൻ റേറ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ടോളറൻസ് ലെവലായ 2% നിന്ന് ഉയർന്നിട്ടാണ് ഇപ്പോൾ ജപ്പാനിലുള്ളത്. 2.8% റീസെൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻഫ്ലേഷൻ ഫിഗർ. ഒപ്പം ജപ്പാനിലെ വേജ് ഹൈക്ക് 5.24% വേജസ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇത് 33 വർഷത്തെ ഹയസ്റ്റ് ഇൻക്രീസ് ആണ്, ഹയസ്റ്റ് ക്വാണ്ടം ഓഫ് ഇൻക്രീസ് ആണെന്നാണ് പറയുന്നത്. 5.28%. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ അതുപോലെ വർക്കേഴ്സിൻ്റെ കയ്യിലൊക്കെ കൂടുതൽ കാശ് വന്നു ചേരും, കൂടുതൽ സ്പെൻഡിങ് ആരംഭിക്കും, ജാപ്പനീസ് എക്കണോമി ഇവിടെ നിന്ന് മുന്നേറും എന്ന തരത്തിലുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. ഓൾമോസ്റ്റ് അത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനിലത്തെ സ്റ്റോക്ക് മാർക്കറ്റും വീണ്ടും നല്ല രീതിയിൽ മുന്നേറുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ജാപ്പനീസ് എക്കണോമി
ബൂം ചെയ്യുകയാണെങ്കിൽ പൊതുവെ അത് ഏഷ്യൻ മാർക്കറ്റിന് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസും പോസിറ്റീവ് തന്നെയാണ്. US ഫെഡ് ജൂൺ മുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എമർജിങ് മാർക്കറ്റുകൾക്ക് പോസിറ്റീവാണ്, US സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവാണ്. കഴിഞ്ഞ കാലങ്ങളിൽ US ഫെഡ് ഇതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റുകൾ 15% S&P 500 ഒരു പ്രാവശ്യം ഒഴികെ മറ്റെല്ലാ സമയത്തും 15% മുന്നേറിയിട്ടുള്ളത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്. അതിനനുസരിച്ചുള്ള പ്രിഡിക്ഷൻസ് ഒക്കെ തന്നെയാണ് അമേരിക്കൻ റിസർച്ച് അനലിസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞിട്ടുള്ളത് മെഗാ റാലി അമേരിക്കയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ S&P 500 ഒരു പക്ഷേ 6000 വരെ ഉയർന്നേക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം 5200 മുകളിലാണ് S&P 500 US S&P 500 ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകളെല്ലാം തന്നെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്കയിലത്തെ മെഗാ ക്യാപ്പ് സ്റ്റോക്കുകൾ 46 എണ്ണമാണ് ഉള്ളത്. അതിൽ മൈക്രോസോഫ്റ്റ് ആണ് ആദ്യത്തെ നമ്പറായിട്ട് വരുന്നത്. $3.18 ട്രില്യൺ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതായത് $3186 ബില്യൺ ആണ്. അതുപോലെ തന്നെ അമേരിക്കയിലത്തെ ലാർജ് ക്യാപ്പുകൾ എന്ന് പറയുമ്പോൾ $10 ബില്യൺ മുതൽ $200 ബില്യൺ വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ്. മെഗാ ക്യാപ്പ് എന്ന് പറയുന്നത് $200 ബില്യൺ മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ്. അപ്പോൾ അമേരിക്കയിലെയും നമ്മുടെ ഇന്ത്യയിലത്തെയൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാറ്റഗറൈസേഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അമേരിക്കയിലത്തെ ബിഗ് ജയൻറ്റ് കമ്പനികൾ മുന്നേറുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും 15% മുന്നേറുന്നുള്ള പ്രഡിക്ഷൻസ് ആണ് ഈ വീക്കെൻഡിൽ അമേരിക്കയിൽ ഒട്ടുമിക്കവാറും അനലിസ്റ്റുകളും പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്, ഒപ്പം ജനങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ്, ഹൗസിംഗ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഓവറോൾ ഒരു റാലി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് നമ്മളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു ഘടകം. ഒരുപക്ഷെ റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ രീതിയിലുള്ള ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ ഫൈറ്റും വലിയ രീതിയിൽ രൂക്ഷമാവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളും വൊളാറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കാം. അല്ലാത്ത പക്ഷം മാർക്കറ്റുകളെല്ലാം തന്നെ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം കമോഡിറ്റി രംഗത്ത് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ജനങ്ങൾ വീണ്ടും സേഫ് ഹോൺ അസറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റും. കുറേയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് കാണുന്നത്. ഒപ്പം ചൈനയിലെ ജനങ്ങളും വലിയ രീതിയിൽ പ്രായഭേദമെന്നെ ഗോൾഡ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചും ഈ ന്യൂസുകളെല്ലാം തന്നെ വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ചയിൽ സെബിയുടെ ഡയറക്റ്റീവ് പ്രകാരം ആംഫി നടത്തിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ സ്ട്രെസ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള അതിൻ്റെ അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നിരുന്നു. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. മറിച്ച് ഇൻവെസ്റ്റേഴ്സിന് ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ്. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഡ്യൂ ഡെലിജൻസ് നടത്തണം, റിവ്യൂ നടത്തണം, അതിനനുസരിച്ച് റീഷഫ്ലിംഗ് നടത്തണം എന്നുള്ളൊരു തിരിച്ചറിവ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ന്യൂസ് ഈ സെബിയുടെ ഡയറക്റ്റീവ് കൊണ്ടുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അത്തരത്തിലുള്ള ഡിസിഷൻ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടോയ് എക്സ്പോർട്ടിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഹ്യൂജ് എക്സ്പോർട്ട് ഫിഗേഴ്സാണ് പല കമ്പനികളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫണ്ട് സ്കൂളിൻ്റെ എക്സ്പോർട്ടൊക്കെ 60% ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. ഫണ്ട് സ്കൂൾ MRFൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അതുപോലെ തന്നെ ടോയ് മാനുഫാക്ചറിങ് രംഗത്തുള്ള മറ്റെല്ലാ കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസുകളൊക്കെ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ന്യൂസുകളാണ്. അടുത്ത ദിവസങ്ങളിലും ഇതിൻ്റെ ഇമ്പാക്റ്റൊക്കെ കാണാനുള്ള ചാൻസുകളുണ്ട്.
അതോടൊപ്പം തന്നെ ഫെയർഫാക്സ് IDBI ബാങ്കിന് ഓൾ ക്യാഷ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഫുൾ എമൗണ്ട് കാശ് കൊടുത്തുകൊണ്ട് സ്റ്റേക്ക് വാങ്ങാനുള്ള ഡിസിഷനാണ് അവർ എടുത്തിരിക്കുന്നത്. കോട്ടക് മഹീന്ദ്ര ബാങ്കും ഉണ്ട്. IDBI അക്വിസിഷന് വേണ്ടി ആർക്കാണ് കിട്ടുക എന്നുള്ളത് അടുത്ത മാസങ്ങളിൽ നമുക്ക് അനൗൺസ്മെൻറ്റ് വരുമ്പോഴാണ് പറയാൻ സാധിക്കുള്ളൂ. എന്നിരുന്നാലും IDBI ബാങ്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കാത്തലിക് സിറിയൻ ബാങ്കിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. കാരണം ഇത് ഫെയർഫാക്സിന് കിട്ടുകയാണെങ്കിൽ IDBI ബാങ്ക് എന്നുള്ള നെയിം നിലനിർത്തി കാത്തലിക് സിറിയൻ ബാങ്ക് IDBI ബാങ്കിൽ ലയിപ്പിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഗവൺമെൻറ് ഡയറക്റ്റീവ് അങ്ങനെ തന്നെയാണ് IDBI ബാങ്കിൻ്റെ നെയിം നിലനിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. ഒപ്പം കോറാമണ്ടൽ ഇൻ്റർനാഷണൽ അഗ്രോകെമിക്കൽ രംഗത്തൊരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ളൊരു കമ്പനിയാണ്. അഗ്രികൾച്ചറൽ ഡ്രോണിലും വലിയ രീതിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു സ്റ്റാർട്ടപ്പ് ഡ്രോൺ വെഞ്ചറിനൊക്കെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ധനുക അഗ്രിടെക്, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയായിട്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ഡിഫൻസ് രംഗത്തുള്ള അസ്ട്ര മൈക്രോവേവിനും ധാരാളം പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗാബ്രിയൽ ഇന്ത്യ ഷോക്ക് അബ്സോർബർ ഉണ്ടാക്കാവുന്ന സസ്പെൻഷൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓട്ടോമൊബൈൽ ബൂമിനനുസരിച്ച് ഗാബ്രിയൽ ഇന്ത്യയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ധാരാളം കമ്പനികൾ ഓർഡേഴ്സ് പുതിയത് നേടിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ രംഗത്തുള്ള ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, അതുപോലെ തന്നെ ജൂപ്പിറ്റർ വാഗൻസ് ഒക്കെ ധാരാളം ഓർഡേഴ്സ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ധാരാളം ഇൻഫ്രാ റിലേറ്റഡ് കമ്പനികൾക്കും ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അടുത്ത മാസങ്ങളിലൊക്കെ ലഭിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റോ നെഗറ്റീവ് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ നമ്മുടെ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷനും കൂടിയാണ്. SIP ഇൻഫ്ലോ നോക്കുകയാണെങ്കിലും നമ്മൾ എവറി മന്ത് S&P ഇൻഫ്ലോയിലുള്ള എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം വീണ്ടും കാണും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അനൗൺസ്മെൻറ്റുകൾ, റിഫോം മെഷേഴ്സ്, ഇതൊക്കെ വലിയ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാവുന്ന ന്യൂസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷനും മാർക്കറ്റ് സിനാരിയോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ സിനാരിയോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ വേൾഡിലത്തെ 2 പ്രമുഖ വെതർ ഫോർകാസ്റ്റിംഗ് കമ്പനികളുടെ ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ വർഷം മൺസൂൺ എക്സസ് ആയിരിക്കുന്നതാണ് പറയുന്നത്. എൽനിനോ ഇഫക്റ്റ് ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാനിനോ പ്രതിഭാസം വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മൺസൂൺ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഏപ്രിൽ 15 ശേഷമാണ് നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സ്കൈമെറ്റ് പോലെയുള്ള ഏജൻസികളൊക്കെ അവരുടെ ഫോർകാസ്റ്റ് പുറത്തു വിടാൻ പോകുന്നത്. പക്ഷേ പ്രിലിമിനറി ആയിട്ട് വന്നിട്ടുള്ള ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നുള്ള ഏജൻസികളുടെ റിപ്പോർട്ട് വളരെ പ്രോമിസിങ് ആണ്. ഇതിനനുസരിച്ച് ഓട്ടോമൊബൈൽ FMCG സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നല്ല മൺസൂൺ ലഭിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 70% റിസർവായറുകളിലും വെള്ളം വളരെ വളരെ താഴെയാണ്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എക്കണോമിയിലുണ്ട്. പക്ഷേ മൺസൂൺ വലിയ രീതിയിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് ഇഫക്റ്റുകളെല്ലാം തന്നെ ഓവർകം ചെയ്യുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഒപ്പം ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന അമേരിക്കയിലെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരുന്നുണ്ട്.
വരുന്നുണ്ട്. അതുപോലെ തന്നെ Q4 GDP റിവൈസ്ഡ് ഡാറ്റയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ ജോ ബൈഡൻ 1.2 ട്രില്യൺ US സ്പെൻഡിങ് ബില്ല് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൽ $886 ബില്യൺ പോകുന്നത് ഡിഫൻസ് സെക്ടറിലേക്കാണ്. അതായത് 70% ഡിഫൻസ് അലോക്കേഷനാണ്. ഇത് പൊതുവെ അമേരിക്കയിൽ ഈ മെഗാ ക്യാപ്പ് കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാലിയൊക്കെ പല സ്റ്റോക്കുകളിലും നമുക്ക് അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്പം യൂറോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റകളും വളരെ പോസിറ്റീവാണ്. യൂറോപ്പ് സ്റ്റോക്സ് 600 എന്ന് പറയുന്ന ഇൻഡെക്സ് 9 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. 12 വർഷത്തിൽ ആദ്യമായിട്ടാണ് 9 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ നേടുന്നത്. തീർച്ചയായിട്ടും യൂറോപ്യൻ കൺട്രികളിലും ഒരു എക്കണോമിക് റിക്കവറി വരുന്നു എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. അതിനനുസരിച്ചുള്ള റാലിയും യൂറോപ്യൻ മാർക്കറ്റിലും ജർമ്മൻ മാർക്കറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജർമ്മനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈയിലാണ്. ജർമ്മനി തത്വത്തിൽ റിസഷനിലാണ്. പക്ഷേ റിസഷനിൽ നിന്ന് മാറി വലിയ രീതിയിൽ ജർമ്മൻ എക്കണോമി മുന്നോട്ട് പോകുന്നുള്ള പല ഡിസിഷനും പല ന്യൂസ് ഫ്ലോസും ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഇമ്പാക്റ്റ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിലും കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എമർജിങ് മാർക്കറ്റ് കറൻസികളെല്ലാം താഴെ പോയിട്ടുണ്ട്. നമ്മുടെ റുപ്പി നോക്കുകയാണെങ്കിൽ 83.4250 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് റെക്കോർഡ് ലോ ക്ലോസിംഗ് ആണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ എക്സ്പോർട്ട് കമ്പനികൾക്കും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും സോഫ്റ്റ്വെയർ കമ്പനികൾക്കൊക്കെ ഉണ്ടാവും. കാരണം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ മറ്റ് എമർജിങ് മാർക്കറ്റ് കറൻസികൾ ഇടിയുന്ന പോലെയുള്ളൊരു ഇടിവൊന്നും നമ്മുടെ റുപ്പിയിൽ ഉണ്ടായിട്ടില്ല. മറിച്ചൊരു സ്ട്രോങ് പൊസിഷനിലാണ് നമ്മുടെ റുപ്പി. പക്ഷേ വെള്ളിയാഴ്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകൾ അതിൻ്റേതായ രീതിയിലുള്ള ചെറിയ ചെറിയ മൊളാട്ടിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലൊക്കെയാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിൻഡ കോർപ്പറേഷൻ സ്മാർട്ട് കീലെസ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ്. 2 വീലറിനുള്ള കീലെസ് സ്മാർട്ട് സിസ്റ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒപ്പം അവർ 4 വീലറിനുള്ള സിസ്റ്റം കൂടി തുടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പം മിൻഡ കോർപ്പറേറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ തന്നെ മറ്റൊരു കമ്പനിയായ യുണോ മിൻഡ സ്റ്റാർ ചാർജ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, പബ്ലിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. US ബേസ്ഡ് കമ്പനിയാണ്. US-ലും ചൈനയിലും വിയറ്റ്നാമിലും ഒക്കെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉള്ള കമ്പനിയാണ്. ഈ കമ്പനി പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് EV സോളാർ ചാർജിങ് സൊല്യൂഷൻസ് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഉണോ മിൻഡേനെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ള 2 കമ്പനികളാണ് ഉണോ മിൻഡയും അതുപോലെ തന്നെ മിൻഡ കോർപ്പറേഷനും ഒക്കെ. വേദാന്ത പറയുന്നത് $6 ബില്യൺ ക്യാപെക്സ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. 2027 എബിറ്റ 7.5 ബില്യൺ ആക്കി ഉയർത്തും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാപെക്സ് ഒക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ കടവും കുറയ്ക്കുന്നതാണ് പറയുന്നത്. ഇപ്പോഴത്തെ ലെവലിൽ റെഡ്യൂസ് ചെയ്യുന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ഒപ്പം അവരുടെ ഡീമർജർ ഓൺ ട്രാക്ക് തന്നെയാണ്. കാര്യമായിട്ടുള്ള എതിർപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേദാന്ത ലിമിറ്റഡ് 6 കമ്പനി ആയിട്ടാണ് ഡീമർജ് ചെയ്യാനുള്ള പ്രപ്പോസൽ വന്നിട്ടുള്ളത്. അപ്പോൾ 100 ഷെയറുള്ള ഇൻവെസ്റ്റർക്ക് 6 കമ്പനികൾ 100 ഷെയർ വെച്ച് കിട്ടും. അതായത് ടോട്ടൽ 6 കമ്പനികളിലും കൂടി 100 ഷെയർ 600 ഷെയർ ആയിട്ട് മാറും. ഒപ്പം അവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള ഹിന്ദുസ്ഥാൻ സിംഗ് ഡീമർജർ പ്രപ്പോസൽ ഗവൺമെൻറ് ഒപ്പോസ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂസ് വരുന്നത് വേദാന്ത ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ പുതിയ പ്രപ്പോസൽ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ അവതരിപ്പിക്കും. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തേക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇനി ഗവൺമെൻറ് ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് അത് പുട്ട് ഓൺ ഹോൾഡ് ആക്കുന്നതാണ്
ഹിന്ദുസ്ഥാൻ സിങ്ക് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും വേദാന്ത ഗ്രൂപ്പിൻ്റെ കമ്പനികൾ തന്നെയാണ്, വേദാന്ത ലിമിറ്റഡ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് ഒക്കെ. അതുകൊണ്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഭാവിയിലും കാണുന്നത്. കാരണം വേദാന്ത ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് 2027 വരെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഡിവിഡൻഡ് കൊടുക്കും. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്കും അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കാവുന്ന ഓഹരികൾ തന്നെയാണ്. ആർഫിൻ ഇന്ത്യ ലിമിറ്റഡ് അലുമിനിയം റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ്. ESG ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. അവരിപ്പോൾ JFE ഷോജി കോർപ്പറേഷൻ ജപ്പാൻ്റെ ഇന്ത്യൻ സബ്സിഡിയറി ആയിട്ടൊരു ടൈപ്പിലും അതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻ്റ് ഒക്കെ നടത്തുകയാണ് JFE ഷോഫി കോർപ്പറേഷന്. ആർഫിൻ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഈ ന്യൂസ്. വളരെ ലോ പ്രൊഫൈലിൽ നടക്കുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ അറൗണ്ട് 60 രൂപ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു ലോ ഇക്വിറ്റി കമ്പനിയാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈനുള്ള കമ്പനിയാണ്. അപ്പോൾ ലോങ് റണ്ണിൽ ജാപ്പനീസ് കൊളാബറേഷനും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ള ഒരു ന്യൂസാണ് ആർഫിൻ്റെ JFE ഷോഫി ആയിട്ടുള്ള ഈ അലയൻസ് ന്യൂസ്. ഇനി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം പ്രമാണിച്ച് വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് നമ്മുടെ മാനുഫാക്ചറിങ് രംഗത്ത് നടക്കുന്നത്. ഈ മാനുഫാക്ചറിങ് രംഗത്ത് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനുകൾ, CNC എഞ്ചിനുകൾ ഉണ്ടാക്കുന്ന മെഷീനുകൾ ഉണ്ടാക്കുന്ന, കട്ടിംഗ് എഡ്ജ് ടെക്നോളജിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മെഷീനറികൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ കമ്പനികളെ സംബന്ധിച്ച് വളരെ അധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജ്യോതി CNC, അതുപോലെ തന്നെ മാക് പവർ CNC മെഷീൻസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ലോകേഷ് മെഷീൻസ്, LNW, സീമൻസ്, അതുപോലെ തന്നെ ആസാദ് എഞ്ചിനീയറിംഗ്, ഈ കമ്പനികളൊക്കെ മോസ്റ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളാണ് ഡിഫൻസിനും എയറോസ്പേസിനും അതുപോലെ തന്നെ മറ്റ് ഗ്ലോബൽ കമ്പനികൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ മാനുഫാക്ചറിങ് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള കട്ടിംഗ് എഡ്ജ് ടൂളുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കട്ടിംഗ് എഡ്ജ് ടൂളുകൾ ഉണ്ടാക്കുന്ന ജ്യോതി CNC ഓൾറെഡി അപ്പർ സീലിംഗ് ആണ് നമ്മുടെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡെലിവറി ബൈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്നു. ഒപ്പം മാക് പവർ CNC മെഷീൻസ് ലിമിറ്റഡും നമ്മുടെ ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ലോകേഷ് മെഷീനും നമ്മുടെ ഒരു ടോപ്പിക്കാണ്. സീമൻസും നമ്മുടെ ഒരു ടോപ്പിക്കാണ്. ഒപ്പം നമ്മൾ കവർ ചെയ്യാത്ത LNW വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മെഷീൻ ടൂൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആസാദ് എഞ്ചിനീയറിംഗ്, ജ്യോതി CNC, LNW, ലോകേഷ് മെഷീൻസ്, സീമൻസ്, ഈ മാക് പവർ CNC മെഷീൻസ് ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ജയൻ്റ് ആയിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് രംഗത്ത് ടൂളുകളും അതുപോലെ തന്നെ സ്പേസസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഈ കമ്പനികളെ സംബന്ധിച്ചും വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റുള്ള ന്യൂസുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ജ്യോതി CNC, മാക് പവർ CNC മെഷീൻസ് ലിമിറ്റഡ്, ലോകേഷ് മെഷീൻസ്, LNW, സീമൻസ്, ആസാദ് എഞ്ചിനീയറിംഗ്. ഇതിൽ LNW ഒഴികെ മറ്റെല്ലാ ഓഹരികളും നമ്മുടെ ഡെലിവറി ഇൻവെസ്റ്റേഴ്സിന്, കോട്ടക് ഷെയർ വെൽത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോഴും ധാരാളം ഇൻവെസ്റ്റേഴ്സ് അത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 വർഷത്തേക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഇവയെല്ലാം. അതോടൊപ്പം തന്നെ CG പവർ നമ്മൾ വളരെ മുമ്പ് തന്നെ റെക്കമെൻഡേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. നമ്മൾ സെമി കണ്ടക്ടർ എൻട്രിക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷനാണ് കൊടുത്തിരുന്നത്. വലിയ രീതിയിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 1,000 റുപ്പീസാണ്. അതായത് 1000 രൂപയാണ് ഈ സ്റ്റോക്കിനടുത്ത 1-2 വർഷത്തിനുള്ളിൽ. ഇപ്പോൾ 540-555 റേഞ്ചിലൊക്കെയാണ്
ട്രേഡ് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ രംഗത്ത് ലിസ്റ്റഡ് സ്പേസിലുള്ള ഏക കമ്പനിയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് സെമി കണ്ടക്ടർ രംഗത്ത് എൻ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിൽ ലിസ്റ്റഡ് കമ്പനി CG പവർ മാത്രമാണ്. അപ്പോൾ CG പവറിനെ സംബന്ധിച്ചും വളരെയധികം പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെയാണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം നമുക്ക് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചിട്ടുള്ള വളാട്ടിലിറ്റി ഒക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ എലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിലുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ന്യൂസുകൾ വരുമ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ പർച്ചേസ് ഇത് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് വളരെയധികം ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ആഴ്ച 3 ദിവസമാണ് ട്രേഡിംഗ് ഉള്ളത്. ഹോളി പ്രമാണിച്ച് നമ്മളെ സംബന്ധിച്ച് നാളെ ഹോളിഡേ ആണ്. അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് ഒട്ടുമിക്കവാറും ഗ്ലോബൽ മാർക്കറ്റുകൾക്കും വെള്ളിയാഴ്ച ഹോളിഡേ ആണ്, നമുക്കും ഹോളിഡേ ആണ്. അപ്പോൾ 3 ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച ട്രേഡിംഗ് ഉള്ളൂ. ഈ 3 ദിവസങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരികയാണ്. മാർച്ച് 31 കഴിഞ്ഞാൽ Q4 എൻഡ് ചെയ്യും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് പ്രമാണിച്ച് നോക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഏപ്രിൽ മാസം തൊട്ട് Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളും വന്നു തുടങ്ങും. പല കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകൾ തന്നെയാണ് പോസ്റ്റ് ചെയ്യാന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ പല PSU കമ്പനികളും ഇൻ്ററിം ഡിവിഡൻറ്റും ഫൈനൽ ഡിവിഡൻറ്റും ഒക്കെ അനൗൺസ് ചെയ്തേക്കാം. ഒപ്പം ഇലക്ഷൻ ഒഫീഷ്യലി ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇലക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വരാൻ, നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത്തരത്തിലുള്ള അവസരങ്ങളിലൊക്കെ വളരെ കോഷ്യസ് ആയിരിക്കുക. മാർക്കറ്റ് പുതിയ പീക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ഹിറ്റ് ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ആഴ്ചയും അത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് മാർക്കറ്റ് ലഭിക്കുന്നതാണ് തോന്നുന്നത്. കാരണം പല ന്യൂസുകളും വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ എക്കണോമിക്കും ഇന്ത്യൻ മാർക്കറ്റിനും പോസിറ്റീവാണ്. ആകെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസുകൾ എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ റിലേറ്റഡ് ന്യൂസുകളാണ്. ഉക്രൈൻ, റഷ്യ, അതുപോലെ തന്നെ റഷ്യയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിവഞ്ച് എങ്ങനെയാണ് റഷ്യ കാണിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഒപ്പം ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഇഷ്യൂകളുടെ ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാം. ഒപ്പം നമ്മുടെ കറൻസി പുതിയ റെക്കോർഡ് ലോയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. വീണ്ടും താഴെ പോവുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ നമ്മളൊരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ മാർക്കറ്റ് പ്രീമിയം വാല്യുവേഷനിലൊക്കെയാണ്. പക്ഷേ ഡെമോഗ്രഫിക് പിക്ചറും മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ചൈനീസ് റീബൗണ്ട് വരികയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഉണർവുണ്ടാവാം. അതിനനുസരിച്ച് നമ്മുടെ ഹിൻഡാൽകോ, വേദാന്ത, ടാറ്റ സ്റ്റീൽ, സെയിൽ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ, ഈ ഓഹരികളൊക്കെ മുന്നേറാം. ഒപ്പം ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗർ വരും ഈ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാം. പുതിയ പ്രൊഡക്റ്റുകളൊക്കെ പല കമ്പനികളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും കീൻലി വാച്ചഡ് ആയിരിക്കേണ്ട ഒരു ഓട്ടോമൊബൈൽ സ്റ്റോക്ക് മാരുതിയാണ്. മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയറും സ്വിഫ്റ്റിൻ്റെയും ഒക്കെ പുതിയ ഹൈബ്രിഡ് വേർഷൻ ഏപ്രിൽ മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. 35 km/ലിറ്റർ ആണ് മൈലേജ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു റിപ്പോർട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 2 പ്രോഡക്റ്റുകളും വീണ്ടും വലിയ ഹിറ്റായിരിക്കും മാർക്കറ്റിൽ. മാരുതിയുടെ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്ന 15,000 രൂപയാണ് അടുത്തൊരു വർഷത്തിനുള്ളിൽ. അതും ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഓവറോൾ നമുക്ക് വളരെ ഈ വീക്കെൻഡ് കൂടുതൽ, അതുപോലെ തന്നെ കൂടുതൽ അവധിയുള്ള ഈ ആഴ്ച വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബലിയും അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, മാനുഫാക്ചറിങ് രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ ഗ്ലോബലി നല്ല രീതിയിൽ മുന്നേറുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.